തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗിയെ പുഴുവരിച്ചതിൽ സീനിയർ റെസിഡൻസ് ഡോക്ടറെ ബലിയാടാക്കിയെന്ന ആക്ഷേപം. അടുത്തയാഴ്ച കാലാവധി അവസാനിക്കുന്ന സീനിയർ റെസിഡന്റിനെതിരെ മാത്രം നടപടിയെടുത്ത് സ്ഥിരം ഡോക്ടർമാരെയും നഴ്സുമാരെയും സംരക്ഷിച്ചെന്നാണ് ആക്ഷേപം. ആരോഗ്യവകുപ്പ് നടപടിയിൽ PG ഡോക്ടർമാരുടെ സംഘടന പ്രതിഷേധത്തിലാണ്. സസ്പെൻഷൻ നടപടി പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. MG പ്രതീഷ് ചേരുന്നു. പ്രതീഷ്, അങ്ങനെ കണ്ണിൽ പൊടിയിടാൻ ഒരു നടപടി അല്ലേ? യഥാർത്ഥത്തിൽ നടപടി ഉണ്ടാവേണ്ടവർ ആരാണോ ആ നടപടിക്ക് പാത്രമാകേണ്ടവർ അവർ രക്ഷപ്പെടുന്നു, അതാണോ? റോഷ്നി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗിയെ പുഴുവരിച്ച സംഭവത്തിൽ കഴിഞ്ഞ ദിവസമാണ് സീനിയർ റെസിഡന്റ് ഡോക്ടറെ സസ്പെൻഡ് ചെയ്തത്. പക്ഷേ ഈ നടപടി മറ്റ് മുതിർന്ന ഡോക്ടർമാരെ സംരക്ഷിക്കാനാണ് എന്നതാണ് പ്രധാനമായും ഉയരുന്ന ആക്ഷേപം. കാരണം ഈ യൂണിറ്റ് 4-ലാണ് ഈ ചികിത്സാ പിഴവ് നടന്നത്. പക്ഷേ ആ യൂണിറ്റിലെ മറ്റ് മുതിർന്ന ഡോക്ടർമാർക്കെതിരെ ഒരു നടപടിയും എടുക്കാതെ അവിടുത്തെ സീനിയർ റെസിഡന്റായ ഡോക്ടർക്കെതിരെ നടപടി എടുത്തിരിക്കുകയാണ്. മാത്രമല്ല, ഈ ഡോക്ടർ നിലവിൽ ഓൾ ഇന്ത്യ SRഷിപ്പ് ചെയ്യുന്ന വിദ്യാർത്ഥിയാണ്. അതായത് PG പഠനം കഴിഞ്ഞ ഒരു മാസത്തെ വേതനമില്ലാത്ത സേവനം ചെയ്യുന്ന വിദ്യാർത്ഥി കൂടിയാണ്. അങ്ങനെ ആ ഒരു നടപടി സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും നിയമപരമായി അതിനെ നേരിടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥി അല്ലെങ്കിൽ സീനിയർ റെസിഡന്റ് ഡോക്ടറെ ബലിയാടാക്കുന്ന നിലപാടാണ് ആരോഗ്യവകുപ്പ് അല്ലെങ്കിൽ സമീപനമാണ് ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ ഡോക്ടർ എന്ന നിലയിൽ ആ ഒരു കരിയർ തുടങ്ങുന്ന സമയത്ത് ഇത്തരത്തിലൊരു നടപടി ആ ഡോക്ടറുടെ മനോവീര്യത്തെ ഉൾപ്പെടെ തകർക്കും എന്നുള്ള വലിയ ആക്ഷേപം ഇതുമായി ബന്ധപ്പെട്ട ഉയരുന്നുണ്ട്. മാത്രമല്ല, ICUവിലാണ് രോഗിയെ പുഴുവരിച്ചത്. പുഴുവരിക്കണമെങ്കിൽ സ്വാഭാവികമായും ആ മുറിവിൽ ഈച്ച എത്തണം. അത്തരത്തിൽ വൃത്തിഹീനമായ സാഹചര്യമാണോ ICUവിൽ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അറ്റൻഡർ മുതൽ ആ ICUവിന്റെ ചുമതലയുള്ള യൂണിറ്റ് ചീഫിന് വരെ ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ അവർക്ക് ആർക്കെതിരെയും നടപടി എടുക്കാതെ അവിടെ വോളണ്ടിയർ SRഷിപ്പ് ചെയ്യാൻ എത്തിയ ഒരു വിദ്യാർത്ഥിക്കെതിരെ നടപടി എടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ശരി പ്രതീഷ്.